നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമേഷ്യ വീണ്ടും അശാന്തം. വെടിനിർത്തൽ അവസാനിച്ചില്ലെന്നും ഇനി ചർച്ചയില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് ഇറാനിൽ കനത്ത ആക്രമണമെന്ന് മുന്നറിയിപ്പ്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ച് ഇറാൻ. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിച്ചു കുവൈറ്റ്. വയനാട് കള്ളാടി ദുരന്തത്തിൽ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പാരിസ്ഥിതിക അനുമതിയുടെ നിബന്ധനകൾ ലംഘിച്ചോ എന്ന് പരിശോധിക്കും. നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിക്കുന്നത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം. ദുരന്തമേഖല സന്ദർശിച്ച മുഖ്യമന്ത്രി. സംഭവിച്ചത് ഒറ്റപ്പെട്ട അപകടമെന്നും വയനാട് മുഴുവൻ പ്രശ്നബാധിതമെന്ന് പ്രചരിപ്പിക്കരുതെന്നും വി.ഡി. സതീശൻ. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ട്. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരത്തെ 15 വീടുകൾ തകർന്നു. പാലക്കാടും കനത്ത മഴ. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കനത്ത മഴ. മുംബൈയിൽ റെഡ് അലേർട്ട്. ട്രെയിൻ ഗതാഗതം താറുമാറായി. കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. PSC ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. IG അജിത ബീഗം നേതൃത്വം നൽകും. പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്ന് മുഖ്യമന്ത്രി. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിലെ SIT തുടർ നടപടി വൈകുന്നതിൽ പോലീസിനെ പഴിചാരി ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇനി ക്വാർട്ടർ ആവേശം. ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. മത്സരം നാളെ രാത്രി 1:30 മുതൽ. അർജന്റീന സ്വിറ്റ്സർലൻഡ് പോരാട്ടം ഞായറാഴ്ച രാവിലെ. അർജന്റീനയ്ക്കെതിരായ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ റഫറിക്കെതിരെ പരാതി നൽകി ഈജിപ്ത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ന് രാത്രി ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ നേതൃത്വത്തെ കടുത്ത ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത്. തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിക്കിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നിലപാട് വ്യക്തമാക്കിയത്. അതിശക്തമായ ആക്രമണമുണ്ടാകുമെന്നും ഇറാൻ മര്യാദകെട്ടവരാണെന്നും ഇനിയൊരു ചർച്ചയ്ക്കോ കരാറിനോ താനില്ലെന്നും ട്രംപ് തുറന്നടിച്ചു. For instance, we'll have a meeting and we'll talk about the denuclearization of Iran, because that's what the war is. It's not a war, it's really the denuclearization of Iran. And we'll have a meeting and we'll talk about just that. That's because my whole thing is not about regime change, it's not about, although I think it's regime change when you knock out. ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയോടൊപ്പം മാധ്യമങ്ങളെ കാണുമ്പോഴാണ് ട്രംപ് നിർണായക പ്രസ്താവന നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. They're liars, they're cheats, they're sick people, they've hurt their people, they killed 54,000 people as of now that were protesting. ഇറാൻ നയിക്കുന്നത് രോഗബാധിതരായ ആളുകളാണെന്നും അവരുമായി ചർച്ച നടത്തുന്നത് സമയനഷ്ടമാണെന്നും ട്രംപ് ആഞ്ഞടിച്ചു. ഇറാൻ നിരന്തരമായി കരാറുകൾ ലംഘിക്കുകയാണെന്നും അവരെ ആണവായുധം നിർമ്മിക്കാൻ ഒരിക്കലും താൻ അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഇനിയൊരു കരാറിന്റെ ആവശ്യമുണ്ടോ എന്ന് പോലും സംശയമാണ്. കരാറുകളില്ലാതെ തന്നെ കാര്യങ്ങൾ നേരിടാൻ അമേരിക്കയ്ക്ക് അറിയാമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിൽ 3 വാണിജ്യ എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതാണ് പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിന് തിരിച്ചടിയായി US സൈന്യം കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിലെ 80-ലധികം സൈനിക കേന്ദ്രങ്ങളിൽ അതിശക്തമായ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിനു മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാനും ആക്രമണം നടത്തി. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ മാസം ഒപ്പുവെച്ച 14 പേജുള്ള വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്നത്. സംഘർഷം കടുത്തതോടെ രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% വർദ്ധിച്ച് ബാരലിന് $78 ഹോർമുസിലെ സുരക്ഷ മുൻനിർത്തി 4-ലധികം ഭീമൻ എണ്ണക്കപ്പലുകൾ യാത്ര റദ്ദാക്കി മടങ്ങി. ആഗോള ഓഹരി വിപണികളിലും വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. മേഖല വീണ്ടും സംഘർഷഭരിതമാകുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിച്ചു കുവൈറ്റ്. ഇറാൻ തൊടുത്ത 2 ബാലിസ്റ്റിക് മിസൈലുകൾ 13 ഡ്രോണുകളും തകർത്തെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രാവിലെയാണ് ഇറാന്റെ ആക്രമണമുണ്ടായത്. യുദ്ധം ആരംഭിച്ച ശേഷം 906 ഡ്രോണുകൾ, 383 ബാലിസ്റ്റിക് മിസൈലുകൾ, 15 ക്രൂയിസ് മിസൈലുകൾ തകർത്തതായും കുവൈറ്റ് ആർമി ജനറൽ വിഭാഗം അറിയിച്ചു. ആക്രമണത്തിൽ ആകാശത്ത് വെച്ച് തകർന്ന അവശിഷ്ടങ്ങൾ വീണ് ചില പ്രധാന വൈദ്യുതി ലൈനുകൾക്ക് തകരാർ സംഭവിച്ചതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ വൈദ്യുതി വിതരണത്തിന് തടസ്സമുണ്ടായിട്ടില്ല.
വയനാട് മണ്ണിടിച്ചിലിൽ ഇരട്ട അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതിയുടെ നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതും അന്വേഷിക്കും. 2 അന്വേഷണങ്ങൾക്കും ശേഷം തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കുകയുള്ളൂ. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. വയനാട് ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സമഗ്ര അന്വേഷണമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാങ്കേതിക നിയമ പരിശോധന നടത്തും. കേന്ദ്രം പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതും അന്വേഷിക്കും. ഈ 2 അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം തുടരുകയുള്ളൂ. മണ്ണ് നീക്കം ചെയ്യാത്തതിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് കള്ളാടി ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിലിൽ നിരാശ. തൊഴിലാളികളായ 5 പേരിൽ ആരെയും കണ്ടെത്താനായില്ല. NDRF സംഘം 4 സോണുകളായി തിരിഞ്ഞായിരുന്നു ഇന്നത്തെ പരിശോധന. നാളെ മുതൽ ദൗത്യസംഘം വിപുലീകരിച്ച് തിരച്ചിൽ നടത്താനാണ് തീരുമാനം. നിലവിൽ അപകടത്തിൽപ്പെട്ട 2 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വയനാട്ടിലെത്തിയ മുഖ്യമന്ത്രി VD സതീശൻ ചികിത്സയിൽ കഴിയുന്നവരുമായും ഉദ്യോഗസ്ഥരുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തി. അപകടം ഒറ്റപ്പെട്ട സംഭവമെന്നും വയനാട് മൊത്തം ഇത്തരം പ്രശ്നങ്ങളെന്ന് പ്രചരിപ്പിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാങ്കേതികപരമായും നിയമപരമായും അന്വേഷണം ഉണ്ടാകും. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കമ്പനിക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്നും പാരിസ്ഥിതിക മാനദണ്ഡം പാലിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ഇതിനുശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മരണമടഞ്ഞത് 3 പേരാണ്. ഇനി മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ കണ്ടുകിട്ടാനുള്ളവർ 5 പേരാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നവർ 10 പേരിൽ 3 പേരെ ഡിസ്ചാർജ് ചെയ്തു. 4 പേര് വാർഡിലുണ്ട്. 3 പേര് ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ്. അതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് NDRFന്റെ 60 അംഗ ടീമും 250ഓളം വരുന്ന ഫയർഫോഴ്സും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര പ്രദേശങ്ങളിലൂടെ രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇതേ തുടർന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻപ് നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കോഴിക്കോട് ജില്ലയിൽ ക്വാറി ഖനന പ്രവർത്തനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര പ്രദേശങ്ങൾ, ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി 7 മണി മുതൽ രാവിലെ 7 മണി വരെ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. ജലാശയങ്ങളിലേക്കുള്ള പ്രവേശനം കളക്ടർ നിരോധിച്ചു. അതേസമയം നാദാപുരത്ത് ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. വീടുകളും കെട്ടിടങ്ങളും ഇലക്ട്രിസിറ്റി പോസ്റ്റും തകർന്നു. തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, വാഴ, റബ്ബർ അടക്കം കടപുഴകി വീണ് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. കാലിക്കുളമ്പിൽ മാത്രം 3ഓളം വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പാറക്കടവിൽ തെങ്ങ് വീണ് 4 പോസ്റ്റുകളും തകർന്നു. ചാത്തമംഗലത്ത് ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കഴിഞ്ഞതോടെയാണ് മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയത്. വാഴകൃഷിയും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. പാലക്കാട് കണ്ണംകുണ്ട് പാലത്തിൽ വെള്ളം കയറി. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ബേപ്പൂരിൽ നിന്ന് കടലിലേക്ക് പോയ മാറാട് ബഹറുൽ ലിസാൻ എന്ന മത്സ്യബന്ധന ബോട്ട് രാവിലെയോടെ ശക്തമായ കാറ്റിൽപ്പെട്ടിരുന്നു. ബോട്ടിലുള്ള 50ഓളം തൊഴിലാളികൾ രക്ഷപ്പെട്ടു. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്.
PSC നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. PSC നിയമനത്തിൽ വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണത്തിന് തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. PSC നിയമന ക്രമക്കേടിൽ സമഗ്ര അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ഒരു SPയും DYSPയും ഉൾപ്പെടുന്ന സംഘമായിരിക്കും ക്രമക്കേട് പരിശോധിക്കുക. നിയമന രേഖകൾ വൈകാതെ പരിശോധിക്കും. PSC ചെയർമാൻ, ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരിൽ നിന്നും വിവരങ്ങൾ തേടും. പല നിയമനങ്ങളിലും ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു പരിശോധനയും അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിൽ എത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷേ അന്വേഷിക്കും, അല്ല അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSC നിയമന ക്രമക്കേടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSCയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾ, തൊഴിൽരഹിതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം PSCയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് PSCയെ എങ്ങനെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ശക്തമായ നടപടികൾ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകും. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ഉന്നത തസ്തികകളിലേക്ക് ഉൾപ്പെടെ നടത്തിയ പരീക്ഷയാണ് വിവാദമായത്. PSC ആഭ്യന്തര അന്വേഷണം നടത്തി തലയൂരാൻ ശ്രമിച്ചെങ്കിലും സർക്കാർ സമഗ്ര അന്വേഷണത്തിന് തീരുമാനമെടുക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ SIT റിപ്പോർട്ടിൽ തുടർ നടപടി വൈകുന്നതിൽ പോലീസിനെ പഴിചാരി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. DGP റിപ്പോർട്ട് കൈമാറാത്തതിൽ തനിക്ക് എന്ത് ചെയ്യാനാകുമെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിനെയാണ് റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് എന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ജൂൺ 23-നാണ് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം DGPക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പോർട്ട് സമർപ്പിച്ച 2 ആഴ്ച പിന്നിട്ടിട്ടും പോലീസ് ആസ്ഥാനത്ത് നിന്നും ആഭ്യന്തര സെക്രട്ടറിയുടെ അടുത്തേക്ക് അത് എത്തിയിട്ടില്ല. ആഭ്യന്തര വകുപ്പാണെങ്കിൽ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കുന്നുമില്ല. റിപ്പോർട്ട് ചോദിച്ചു വാങ്ങേണ്ട കാര്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി. അതെന്തിനാ ഞാൻ ചോദിച്ചു വാങ്ങുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ പത്രലേഖകർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ഗവൺമെന്റ് സിസ്റ്റം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. DGPക്ക് റിപ്പോർട്ട് കിട്ടിയാൽ DGPയുടെ ഉത്തരവാദിത്വമാണത് എനിക്ക് തരിക. അത് അവർ പരിശോധിച്ച ശേഷം സർക്കാർ കൊടുക്കും. എനിക്ക് ഒരു മിനിറ്റ്, എനിക്കല്ല തരുന്നത്, ഹോം സെക്രട്ടറിക്ക് കൊടുക്കും. ഹോം സെക്രട്ടറിയാണ് ആ കാര്യത്തിൽ മിനിസ്റ്റർക്ക് തരേണ്ടത്. ഇത് അറിയാൻ പാടില്ലാത്ത ആളുകൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മന്ത്രി ചോദിച്ചു വാങ്ങിച്ചില്ല, അത് ശരിയല്ല. റിപ്പോർട്ടിലെ മെല്ലെപ്പോക്ക് അജിത് കുമാറിനെ സംരക്ഷിക്കാനാണെന്നാണ് വിമർശനം. DGP റാങ്കിലുള്ള നിതിൻ അഗർവാൾ ഈ മാസം 31-നാണ് വിരമിക്കുന്നത്. ADGPമാരിൽ സീനിയറായ അജിത് കുമാറാണ് പകരം DGP ആയി വരേണ്ടത്. ഏതെങ്കിലും നടപടി അജിത് കുമാറിനെതിരെ സ്വീകരിച്ചാൽ DGP ആകാനാകില്ല. അജിത് കുമാർ DGP റാങ്കിൽ എത്തുന്നതുവരെ റിപ്പോർട്ട് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൗദി വിദേശ മന്ത്രാലയത്തിൽ ഏകീകൃത ദേശീയ വിസ പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി. ഇത് വിസ സേവനങ്ങൾക്കായുള്ള രാജ്യത്തിന്റെ ഔദ്യോഗിക ദേശീയ പ്ലാറ്റ്ഫോമായിരിക്കും. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ജിദ്ദയിൽ നടന്ന പ്രതിവാര മന്ത്രിസഭാ യോഗമാണ് ഏകീകൃത ദേശീയ വിസ പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ അംഗീകാരം നൽകിയത്. നയതന്ത്ര സേവന പ്രത്യേക പാസ്പോർട്ടുകൾ കൈവശമുള്ളവർക്ക് വിസ ആവശ്യകതകളിൽ നിന്ന് പരസ്പര ഇളവ് നൽകുന്നത് സംബന്ധിച്ച് സൗദി അറേബ്യയും ഹംഗറി, കസാക്കിസ്ഥാൻ, പോളണ്ട് സർക്കാരുകളും തമ്മിൽ ഒപ്പുവച്ച കരാറുകൾക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ കുവൈറ്റിലെത്തി. വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ കുവൈറ്റ് വിദേശകാര്യ ഉപമന്ത്രി മിഷാൻ അൽ സുലൈമാൻ, കുവൈറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി പരിമിത്ര ത്രിപാഠി എന്നിവരും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറും ഔദ്യോഗിക പ്രതിനിധി സംഘവും കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കുവൈറ്റ് ദീർഘകാല സൗഹൃദ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതുമായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ. പ്രാദേശികവും അന്താരാഷ്ട്രവുമായ വിഷയങ്ങളിൽ ഇരുപക്ഷവും അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ഗൾഫ് മേഖലയുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള 6 രാജ്യങ്ങളിലേക്കുള്ള നയതന്ത്ര പര്യടനത്തിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം. സൗദിയിലെ അസീർ പ്രവിശ്യയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 6 പേർ ഉൾപ്പെടെ 7 പേർ
മരണപ്പെട്ടു. അബഹയ്ക്ക് സമീപം ബൽഹമറിനെയും തിഹാമയെയും ബന്ധിപ്പിക്കുന്ന അപകടമേറിയ അൽജങ്ദ ചുരം റോഡിലായിരുന്നു അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ മലയിടുക്കിലെ ആഴമേറിയ കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാറിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ 6 അംഗങ്ങളും ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറുമാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുടുംബത്തിലെ മറ്റ് 4 പേരെ സിവിൽ ഡിഫൻസും റെഡ് ക്രസന്റും ചേർന്ന് രക്ഷപ്പെടുത്തി സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. സൗദി സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ ഏറെ പ്രയാസപ്പെട്ടാണ് പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങളും പരിക്കേറ്റവരെയും പുറത്തെടുത്തത്. കനത്ത മൂടൽമഞ്ഞും വളവുകളും അൽജങ്ദ ചുരം റോഡിൽ മുൻപും നിരവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കുവൈറ്റിൽ സ്വന്തം വീടുകളിലും സ്വകാര്യ വസ്തുവകകളുടെ പരിധിയിലും CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നവർ അവിടെ നിരീക്ഷണ ക്യാമറയുണ്ടെന്ന് വ്യക്തമാക്കുന്ന മുന്നറിയിപ്പ് സ്റ്റിക്കറുകളോ ബോർഡുകളോ സ്ഥാപിക്കേണ്ടതില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച തെറ്റായ വിവരങ്ങൾക്ക് മറുപടിയായാണ് മന്ത്രാലയം ഔദ്യോഗിക വിശദീകരണം നൽകിയത്. നിലവിൽ സുരക്ഷാ ക്യാമറകളും നിരീക്ഷണ ഉപകരണങ്ങളും സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവ പ്രധാനമായും വാണിജ്യ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ള കെട്ടിടങ്ങൾ എന്നിവയ്ക്കാണ് ബാധകമെന്നും മന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ വീടുകളിലും വ്യക്തിഗത സ്വത്തുക്കളിലും ക്യാമറകൾ സ്ഥാപിക്കുന്നവർക്ക് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന നിർബന്ധം നിയമത്തിലില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിലെ അഹമ്മദി ഗവർണറേറ്റിൽ നടത്തിയ പരിശോധനയിൽ 2059 വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് വ്യാജ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾ അടപ്പിച്ചു. വാണിജ്യ മന്ത്രാലയത്തിന്റെ പരിശോധനാ സംഘം നടത്തിയ റെയ്ഡിലാണ് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിപണിയിൽ എത്തിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്. പിടിച്ചെടുത്ത സാധനങ്ങൾ അസൽ ബ്രാൻഡുകളുടേതിന് രൂപസാദൃശ്യമുള്ളതാണെന്നും വ്യാപാര നിയമലംഘനം നടന്നതായും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. UAE നാഷണൽ മീഡിയ അതോറിറ്റിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് സയ്യിദ് റാഷിദ് അൽ ഷെഫിയെ നിയമിച്ചു. രാജ്യത്തിന്റെ മാധ്യമ നയങ്ങൾ രൂപീകരിക്കാനും വിദേശ മാധ്യമ പ്രവർത്തകരുടെ അക്രഡിറ്റേഷൻ നിയന്ത്രിക്കാനും പുതിയ ജനറൽ സെക്രട്ടറിക്ക് ചുമതലയുണ്ടാകും. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം ഉൾപ്പെടെയുള്ള UAEയിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ മേൽനോട്ടവും ഇനി ഇദ്ദേഹത്തിനായിരിക്കും. വിഴിഞ്ഞത്തിൽ അദാനിയുടെ ഓഹരി കൈമാറ്റത്തെ ചൊല്ലി ആരോപണ പ്രത്യാരോപണവുമായി ഭരണപ്രതിപക്ഷം. ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് LDF സർക്കാരിന് അറിയാമായിരുന്നുവെന്ന് ദേശാഭിമാനി പത്രവാർത്ത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ആരോപിച്ചു. എന്നാൽ ദേശാഭിമാനിക്ക് മുൻപേ മറ്റു പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി കള്ളക്കളി തുടരുകയാണെന്നും മംഗലാപുരം യാത്രയിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. അതിനിടെ വിഴിഞ്ഞം കരാറിൽ തുടർനീക്കം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അദാനി പോർട്സിന്റെ 49% ഓഹരി MSC കമ്പനിക്ക് നൽകുന്നതിൽ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ഓഹരി കൈമാറ്റം നടന്നിട്ടില്ല എന്നും സർക്കാരിന്റെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാനാകില്ല എന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. MSC കമ്പനിയുമായി അദാനി പോർട്സ് പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് നടത്തിയത്. സംസ്ഥാന താൽപര്യം സംരക്ഷിച്ചു മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും ഇതിൽ വിശദമായ പരിശോധന നടത്തി എംപവേർഡ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. എന്നാൽ ഓഹരി കൈമാറ്റത്തിൽ തനിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുചോദ്യം ഇതാണ്: ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് നിങ്ങൾ ആരെങ്കിലും പറയണം. നിങ്ങൾ ചോദിച്ചു, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ സർക്കാർ എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എൻ്റെ ചോദ്യം. ഒരു ഓഹരി കൈമാറ്റവും നടന്നിട്ടില്ല. ഓഹരി കൈമാറ്റം സംബന്ധിച്ച കൃത്യമായ വകുപ്പുകൾ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂർ അനുമതി ഇല്ലാതെ, കാരണം ഈ പോർട്ടിൻ്റെ ഓണർ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ LDF സർക്കാരിന് ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് അന്ന് പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി പത്രവാർത്ത ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ആരോപിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള, എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ജൂലൈ 1-ാം തീയതിയിലത്തെ വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത. വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം. MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? 3 വകുപ്പുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ താൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നും പാർട്ടി തന്നെയാണ് ധനകാര്യം ഏൽപ്പിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു.
മുഖ്യമന്ത്രിയാകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതിരുന്ന സമയത്ത് നടത്തിയ മംഗലാപുര യാത്രയെക്കുറിച്ചാണ് വിവാദമുണ്ടാക്കുന്നതെന്നും വി.ഡി. സതീശൻ പരിഹസിച്ചു. എന്നാൽ മുഖ്യമന്ത്രി കള്ളക്കളി തുടരുകയാണെന്നും മംഗലാപുര യാത്രയിൽ രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് ദേശാഭിമാനിക്ക് മുമ്പ് മറ്റു പത്രങ്ങൾ വാർത്ത നൽകിയിരുന്നുവെന്നും MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി. അദാനിയുമായിട്ടുള്ള രഹസ്യ ഉടമ്പടികൾക്ക് ഇടനിലനിൽക്കുന്ന വി.ഡി. സതീശൻ്റെ നിലപാടിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണം എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം അദാനിയുടെ കള്ളക്കച്ചവടങ്ങളെക്കുറിച്ച് വലിയ പ്രസംഗം നടത്തുന്ന രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. ബാംഗ്ലൂർ യാത്രയെ സംബന്ധിച്ചും ഇതേവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അദാനിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഡീൽ സംബന്ധിച്ചും ബാംഗ്ലൂർ യാത്ര സംബന്ധിച്ചും തീർച്ചയായും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം വളരെ പ്രധാനമാണ്. ദേശാഭിമാനി വരുന്നതിന് മുമ്പ് മറ്റു പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കൃത്യതയോടുകൂടി തീയതി വെച്ച് പറഞ്ഞത്. ഇതിനിടെ വിഴിഞ്ഞം കരാറിൽ സർക്കാരിന്റെ തുടർനീക്കം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സർക്കാരിന്റെ മൗനം ദുരൂഹമെന്നും കത്തിൽ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ തീവ്ര ശുചിത്വ അവബോധ പരിപാടിയായ സ്വച്ഛതാ പക്വാദയ്ക്ക് ഒറ്റപ്പാലം അമൃത വിദ്യാലയത്തിൽ തുടക്കമായി. സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും സംയുക്തമായാണ് വിദ്യാലയത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും സ്കൂളുകളുമെല്ലാം 2 ആഴ്ചക്കാലം ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി പൂർണ്ണമായി നീക്കിവെക്കുന്ന തീവ്ര ശുചിത്വ ക്യാമ്പയിനാണ് സ്വച്ഛതാ പക്വാദ. ഒറ്റപ്പാലം അമൃത വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായിരുന്നു. വിദ്യാലയത്തിലെത്തിയ മന്ത്രിക്ക് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നത് അടുത്ത തലമുറയോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ കടമയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പാക്കാൻ ഈ 2 ആഴ്ചത്തെ തീവ്ര ശുചിത്വ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധിക്കണം. അതിനാണ് പ്രധാനമന്ത്രി ഇത്തരമൊരു ക്യാമ്പയിന് തുടക്കമിട്ടതെന്നും സുരേഷ് ഗോപി വിദ്യാർത്ഥികളോട് പറഞ്ഞു. തുടർന്ന് അദ്ദേഹം കുട്ടികൾക്ക് സ്വച്ഛതാ പക്വാദ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഭാരതം സ്വതന്ത്രം മാത്രമല്ല, ശുചിത്വം ഉള്ളതും വികസിതവും ആയിരുന്നു. ശുചിത്വത്തിന്റെയും വൃത്തിയുടെയും ആവശ്യകതയെക്കുറിച്ച് പുതിയ തലമുറ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഒറ്റപ്പാലം അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി ശ്രീപ്രദാമൃത ചൈതന്യ പറഞ്ഞു. അതിനാലാണ് ഇത്തരമൊരു പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചത്. കുട്ടികളിൽ ശുചിത്വബോധം വളർത്താൻ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ചടങ്ങ് ഏറെ സഹായകമാകുമെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു. ശുചിത്വവും വൃത്തിയും എങ്ങനെ കൊണ്ടുവരണം, നമ്മുടെ സ്കൂളിൽ മാത്രമല്ല വീട്ടിലും സറൗണ്ടിങ്സിലും എല്ലാ സ്ഥലത്തിലും വൃത്തിയും ശുചിത്വവും കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയുണ്ടായി. ശുചിത്വം എന്ന ആശയം മുൻനിർത്തി നടത്തിയ ചിത്രരചനാ മത്സരത്തിലും പ്രതിജ്ഞാ മത്സരത്തിലും വിജയികളായ കുട്ടികൾക്ക് സുരേഷ് ഗോപി സമ്മാനമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഇതിനോടൊപ്പം ഓരോ കുട്ടിയും തന്റെ അമ്മയുടെ പേരിൽ ചെടികൾ നട്ടുവളർത്തുമെന്ന പ്രതിജ്ഞയും ചടങ്ങിലെടുത്തു. തുടർന്ന് നടന്ന ശുചിത്വ ഒപ്പുശേഖരണത്തിന് ശേഷം വിദ്യാലയമുറ്റത്ത് മരം നട്ടുനനച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത്. HPCL ഉദ്യോഗസ്ഥരും സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, പാലക്കാട്. ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മെയ്തർ ഈഗിൾസ് FC കേരള. ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് ആയതോടെ നെഞ്ചിടിപ്പോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ചിലരുടെ ഇഷ്ടതാരങ്ങളും ടീമും പുറത്തായെങ്കിലും ഇനി കപ്പിലേക്ക് അടുക്കുന്നവർക്കൊപ്പം പക്ഷം പിടിക്കുകയാണ് കായിക പ്രേമികൾ. നാളെ രാത്രി 1:30 മുതൽ ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. സെമി ഫൈനൽ മത്സരങ്ങൾ ജൂലൈ 14, 15 തീയതികളിൽ നടക്കും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലേക്ക് കടന്നത്. ഫ്രാൻസ് മൊറോക്കോ മത്സരത്തോടെയാണ് ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കം. 2 തവണ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഇത്തവണ ലോകകപ്പ് നേടാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിലൊന്നാണ്. കളിയുടെ മികവിലും താരസമ്പത്തിലും ഫ്രാൻസിനോട് ഏറ്റുമുട്ടാനാകില്ല എങ്കിലും മൊറോക്കോയെ എഴുതിത്തള്ളാനാകില്ല. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ ആദ്യ മത്സരത്തിൽ സമനിലയിൽ തളച്ച് ലോകകപ്പ് പോരാട്ടത്തിന് തുടക്കമിട്ട ടീമാണ് മൊറോക്കോ. ജൂലൈ 11 രാത്രി 12:30 മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ബെൽജിയവും തമ്മിലാണ് രണ്ടാം ക്വാർട്ടർ ഫൈനൽ.
2010 ലോകകപ്പ് കിരീടമുയർത്തിയ സ്പെയിൻ ഇത്തവണ ഗ്രൂപ്പ് ഘട്ടം മുതലുള്ള കഴിഞ്ഞ 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഗോൾ വഴങ്ങിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. കരുത്തരായ പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് സ്പെയിൻ ക്വാർട്ടറിൽ കടന്നത്. മുൻ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ തകർത്ത് 2018 3-ാം സ്ഥാനവും മെക്സിക്കൻ ലോകകപ്പിൽ 4-ാം സ്ഥാനവും നേടിയിട്ടുള്ള ബെൽജിയം ഇപ്പോൾ പ്രതാപകാലത്തിന്റെ നിഴലിൽ മാത്രമാണെങ്കിലും അവഗണിക്കാൻ കഴിയില്ല. ജൂലൈ 12 പുലർച്ചെ 2:30 നോർവേ ഇംഗ്ലണ്ട് ക്വാർട്ടർ പോരാട്ടവും തീപാറും. മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ അട്ടിമറിച്ചാണ് നോർവേയുടെ വരവ്. ആദ്യ മത്സരങ്ങളിലെ അപേക്ഷിച്ച് കൂടുതൽ ഒത്തിണക്കവും മികവും പ്രകടിപ്പിക്കുന്ന നോർവേ മുൻ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കരുത്തുള്ളവരാണ്. എർലിംഗ് ഹാളണ്ടാണ് നോർവേയുടെ വജ്രായുധം. അതേസമയം ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഇംഗ്ലണ്ടിന്റെ വരവ്. ജൂലൈ 12 രാവിലെ 6:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിൽ ഏറ്റുമുട്ടും. ഗ്രൂപ്പ് മത്സരങ്ങളിലെ ആധികാരിക വിജയത്തിന് ശേഷം 2 അഗ്നിപരീക്ഷകൾ താണ്ടിയാണ് ലോക ചാമ്പ്യന്മാരുടെ വരവ്. അരങ്ങേറ്റക്കാരായ കേപ്പ് വെർദെയോട് വിറച്ച് ജയിച്ച അർജന്റീന പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ 78-ാം മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷം നടത്തിയ ശക്തമായ തിരിച്ചുവരവിലാണ് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചത്. അതേസമയം ആദ്യ മത്സരത്തിലെ സമനിലയ്ക്ക് ശേഷം തുടർച്ചയായ ജയങ്ങളോടെയാണ് സ്വിസ് പടയുടെ ക്വാർട്ടർ പ്രവേശം. 3 തവണ ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയ്ക്ക് താരതമ്യേന ദുർബലരായ സ്വിറ്റ്സർലൻഡ് വെല്ലുവിളിയാകില്ല എന്നാണ് വിലയിരുത്തൽ. സെമി ഫൈനൽ മത്സരങ്ങൾ ജൂലൈ 14-15 തീയതികളിൽ നടക്കും. 3-ാം സ്ഥാനത്തിനായുള്ള മത്സരം ജൂലൈ 18 നടക്കും. ഫൈനൽ ജൂലൈ 19. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.